Hi students, welcome back to another video of X and Y Learning. So ഇത് നമ്മുടെ NSMC preparation series-ൽ അടുത്ത വീഡിയോ ആണ്. NSMC എന്താണെന്ന് അറിയാലോ? National Science and Math Championship exam conducted by X and Y Learning in collaboration with the Hindu in School. So കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ ടോപ്പിക്സും നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വരാണ് ഓരോ സബ്ജക്ട്സിലെ. സോ അടുത്തതായിട്ട് നമ്മൾ മാത്സിലെ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് കാണാൻ പോകുന്നത്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചതും അല്ലെങ്കിൽ അതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്യും. അതിനോട് റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിങ്ക് ഓഫ് എ നമ്പർ. ഓക്കെ, മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 3/4 then add 9. The result is 21. What is the number? ഓക്കെ, സിമ്പിൾ ഇക്വേഷൻസ് ആണ്. സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അല്ലെ? നമ്മളിങ്ങനെ ഓരോരോ ഇക്വേഷനുകൾ ആക്കിയിട്ടൊക്കെ അതിനെ സോൾവ് ചെയ്തിട്ട് എക്സിനെയും വൈനെയൊക്കെ സോൾവ് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു സിമ്പിൾ ഇക്വേഷൻസിൽ നമ്മൾ കണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു നമ്പർ ആദ്യം തിങ്ക് ചെയ്യാൻ പറയുന്നുണ്ട്, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ് അവരല്ലേ. അപ്പൊ എന്താണ് നമ്മൾ നമ്പർ ആയിട്ട് എടുക്കുന്നത്? എക്സ് നമുക്ക് നമ്പർ ആക്കി എടുക്കാം. ഓക്കെ, ഏതാണ് നമുക്ക് അറിയില്ല. ഓക്കെ, അതിലേക്ക് എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 3/4. ഇതിലേക്ക് 3/4 മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ആഡ് 9. ഓക്കെ, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിലേക്ക് 9 ആഡ് ചെയ്യണം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരിലേക്ക് ആരെയാണ് ആഡ് ചെയ്യുന്നത്, ആരെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. സോ നമ്മൾ ആ നമ്പർ ആലോചിച്ചു, ആ നമ്പറിലേക്ക് 3/4 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അതിനുശേഷം 9 ആഡ് ചെയ്യുക. സോ ഇതിനു ശേഷം നമ്മൾ 9 ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ? ദ റിസൾട്ട് ഈസ് 21. അപ്പൊ റിസൾട്ട് എന്താണ്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 21 ആൻസർ ആയി കിട്ടുമെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ? അങ്ങനെയാണെങ്കിൽ നമ്പർ എത്രയാണ്, എക്സ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ എക്സിനെ ഒരു ഭാഗത്താകണം. നമ്മുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയി. എക്സ് ഇൻറ്റു 3/4 പ്ലസ് 9 ഇസ് ഈക്വൽ ടു 21 എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ ഒരു ഭാഗത്താക്കാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് എക്സിനെയാണ് കണ്ടെത്തേണ്ടത്. സോ എക്സ് ഇൻറ്റു 3/4 ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ഉള്ള ആ ഒരു 3/4 ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ആ 9 ഞാൻ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. 9 ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പൊ എന്താകും? പ്ലസ് 9 എന്തായി മാറും? പ്ലസ് ഉള്ളത് മൈനസ് ആയി മാറും അല്ലെ. അഡിഷൻ സബ്ട്രാക്ഷൻ ആയി മാറും. സോ 21 മൈനസ് 9 എന്നാകും. ഓക്കെ ആണല്ലോ? അത് എത്രയാ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇത് 12 ആണെന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? 3/4 ഇൻറ്റു എക്സ് അല്ലെ. എക്സ് ഇൻറ്റു 3/4 അല്ലെങ്കിൽ 3/4 എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി 12 എന്നായി. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ 3/4 എങ്ങനെയാണുള്ളത്? മൾട്ടിപ്ലിക്കേഷനിലാണുള്ളത് അല്ലെ. എക്സിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എക്സിനെ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഈ 3/4 12 നിന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? സോ എന്താണ് ചെയ്യേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3/4 ആണ്. 12 ഡിവൈഡഡ് ബൈ 3/4 അല്ലേ? നമ്മൾ എങ്ങനെയല്ലേ ചെയ്യുക? അപ്പൊ 4x ഇസ് ഈക്വൽ ടു 12 എന്നാണെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഈ 4 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും അല്ലെ. മൾട്ടിപ്ലിക്കേഷനുള്ള 4 നമ്മൾ ഇക്വാളിറ്റി സൈൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആവും അല്ലെ. 12 ഡിവൈഡഡ് ബൈ 4 ഇങ്ങനെയല്ലേ നമ്മൾ കണ്ടെത്തിയത്. സെയിം കാര്യമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. ഇവിടെ ഇപ്പൊ എന്താണ്? ഫ്രാക്ഷൻ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? സോ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3/4. ഇതെങ്ങനെയായിരുന്നു ചെയ്യുക? ഫ്രാക്ഷൻസിൽ ഡിവൈഡഡ് ബൈ 3/4 എന്നുള്ളത് എന്തായി മാറും? നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. ഇങ്ങനെയല്ലേ നമ്മൾ ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്തത് അല്ലെ. ഈ ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കണം. 4/3 എന്നാകും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് വരിക? 12ഉം 3 ഇങ്ങനെ കട്ട് ചെയ്യാൻ നമുക്ക് 12/3 4 ആണ്. അപ്പൊ നമുക്ക് 4 ഇൻറ്റു 4 16 എന്ന ആൻസർ വന്നു. ഓക്കെ, സോ എന്തായിരുന്നു നമ്മുടെ എക്സ് നമ്മുടേത് 16 ആയിരുന്നു. എക്സ് എന്തായിരുന്നു? 16 ആയിരുന്നു. ഇനി ഇത് കറക്റ്റ് ആണോ നോക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇത് അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്താ ചെയ്തത്? 16 എടുക്കാം. 16ലേക്ക് അവർ ആദ്യം എന്ത് ചെയ്യൂ? 3/4 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 3/4 ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അതിലേക്ക് 9 ആഡ് ചെയ്തു. നമുക്ക് ആൻസർ എന്ത് വരുന്നുണ്ടോ നോക്കാം? 21 വരുന്നുണ്ടോ നോക്കാം. സോ 16 ഇൻറ്റു 3/4 ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 4 ആവും. സോ 4 ഇൻറ്റു 3 പ്ലസ് 9 ആയി അല്ലെ. 4 ഇൻറ്റു 3 പ്ലസ് 9 ആയി. ഇവിടെയൊക്കെ എന്ത് യൂസ് ചെയ്യണം? ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്യണം. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4 ഇൻറ്റു 3 എന്താണ്? 12 ആണ്. 12 പ്ലസ് 9 ആണ്. 12 പ്ലസ് 9 എത്രയാണ് മക്കളെ? 12 പ്ലസ് 9 എത്രയാണ്? 21 തന്നെയാണ്. സോ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ കറക്റ്റ് ആൻസർ തന്നെയാണെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5/6 ഓഫ് എ നമ്പർ ഡിക്രീസ്ഡ് ബൈ 7 is equal to 13. Find the number. ഓക്കെ, 5/6 ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5/6 അല്ലെ. 6 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. THS എന്നാണ്. ഇതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ മീനിങ് എന്താണ്? യെസ്, 5/6 ഓഫ് ദാറ്റ് നമ്പർ അല്ലെ. 5/6 ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 5/6 ടൈംസ് ആ എക്സ്.
ഓക്കെ, ആ ഒരു നമ്പറിന്റെ 5/6 ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് പറഞ്ഞാല് 5/6 മൾട്ടിപ്ലൈഡ് ബൈ ആ നമ്പർ ആണ്. ക്ലിയർ ആണല്ലോ. ഇതിലേക്ക് എന്താ ചെയ്തത്? ഡിക്രീസ്ഡ് ബൈ 7. ഇതിനെ നമ്മൾ 7 കുറച്ചു അല്ലെ, ഡിക്രീസ്ഡ് ബൈ 7, അത് കുറഞ്ഞു, 7 ടൈംസ് 7 കുറഞ്ഞു അല്ലെ, അപ്പൊ ഡിക്രീസ്ഡ് ബൈ 7 is equal to 13. ഓക്കെ ആണല്ലോ. 5/6 ഓഫ് എ നമ്പർ, 5/6 ഓഫ് എ നമ്പർ നമ്പർ നമുക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിന് എക്സ് എന്ന് എടുത്തത്. ഓക്കെ, 5/6 ഓഫ് എ നമ്പർ decreased by 7, so subtracted by 7 is equal to 13. Find the number. നമ്പർ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ ആണല്ലോ. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇത് സോൾവ് ചെയ്യുക. എങ്ങനെയാണ്? 5/6 എക്സ് ഇവിടെ തന്നെ നിൽക്കട്ടെ, -7 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും, അപ്പൊ എന്താവും? 13 + 7 എന്നാകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് എത്രയാണ്? 20 ആണ് ആവുന്നത്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5/6 എക്സ് എന്ന് പറഞ്ഞാൽ 20 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ ഈ 5/6 ആണ്. ദാറ്റ് ഈസ് 20 × 6/5 ആണ്. ഞാൻ വീണ്ടും പറയുന്നില്ല, എങ്ങനെയാണ് ഡിവിഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഫ്രാക്ഷന്റെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്നാവും. 4 × 6 is equal to 24 ആണെന്ന് നമുക്കറിയാം. സോ 24 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് എക്സ് ഇതിലിട്ട് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് വരുന്നുണ്ടോന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, think of a number. Okay, think of a number. Take away 6 from 7/2 of the number. The result is 22. Find the number. Okay, ആദ്യം നമ്മൾ ഒരു നമ്പറിന് ചിന്തിച്ചു, നമുക്ക് x എന്ന് എടുക്കാം. Take away 6. എവിടെ നിന്നാണ് 6 എടുക്കുന്നത്? എക്സിൽ നിന്നാണോ, ആ നമ്പറിൽ നിന്നാണോ 6 എടുക്കുന്നത്? അല്ല. ടേക്ക് അവേ 6 ഫ്രം 7/2 ഓഫ് ദ നമ്പർ. ആ നമ്പറിന്റെ 7/2 നിന്ന് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? എക്സിനെ നമ്മൾ ഒഴിവാക്കണം. ദാറ്റ് 7/2 ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 7/2 ടൈംസ് എക്സ് അല്ലെ, 7/2 ഇൻറ്റു എക്സ് ആണ്. എക്സ് ഇൻറ്റു 7/2 അല്ലെങ്കിൽ 7/2 ഇൻറ്റു എക്സ്. അതിൽ നിന്നാണ് നമ്മൾ ആരെ ഒഴിവാക്കുന്നത്? എക്സിനെ ഒഴിവാക്കുന്നത്. മൈനസ് എക്സ് ചെയ്യാം. ഇത് എത്രയാണ് തന്നിട്ടുണ്ട്? 22 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ 7/2, 6 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് 7/2 ഓഫ് ദാറ്റ് നമ്പർ. ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 7/2 മൾട്ടിപ്ലൈഡ് ബൈ എക്സ് മൈനസ് 6 is equal to 22 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിനെ കണ്ടെത്താം അല്ലെ. നമ്മളിപ്പോ ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ആണ് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ അല്ലെ. എന്താണ് ചോദിക്കുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്ത് വന്നു? 7/2 എക്സ് is equal to -6 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 22 + 6 എന്നാകും അല്ലെ. 22 + 6 എന്നാകും. ദിസ് is equal to 28 എന്ന് നമുക്ക് വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സ് എന്താണ്? യെസ്, 28 ഡിവൈഡഡ് ബൈ 7/2 ആണ്. 28 ഡിവൈഡഡ് ബൈ 7/2 ആണ്. ഇതെങ്ങനെ നമ്മൾ കണ്ടെത്താ? 28ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ആരെ? 7/2ന്റെ റെസിപ്രോക്കലിനെ 2/7. ഓക്കെ ആണല്ലോ. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 ആണെന്ന് വരും. 4 × 2 8 എന്ന് വന്നു. എന്താണ് ആൻസർ? 8 ആണ് ആൻസർ. -8 ആണോ? അല്ല, 8 ആണ്. നമുക്ക് പോസിറ്റീവ് 8 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് യു ടേക്ക് 1/3 ഓഫ് എ നമ്പർ and then subtract 5, you get half of the original number -8. What is the number? അതായത് എന്താണ് തന്നിട്ടുള്ളത്? നമ്മൾ ഒരു നമ്പർ എടുക്കുക, അതിന്റെ 1/3 എടുക്കുക. 1/3 എന്ന് പറഞ്ഞാൽ എന്താ? 1/3 യെസ് 1/3 ഓഫ് ദാറ്റ് നമ്പർ ആണ് അല്ലെ. 1/3 എന്ന് പറഞ്ഞാൽ 1/3. നമ്മൾ നേരത്തെ കണ്ടു 5/6 എന്തായിരുന്നു? 5/6 ഓഫ് ദാറ്റ് നമ്പർ, അതായത് 5/6 ഇൻറ്റു എക്സ് ആയിരുന്നു. ഇവിടെ എന്താണ്? അപ്പം 1/3 ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, 1/3 എന്ന് പറഞ്ഞാൽ ആ എക്സിന്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 1/3 മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ 1/3 multiplied by x. Okay, and then subtract 5. അതിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുക. You get half of the original number -8. നമുക്ക് എന്താണ് കിട്ടുന്നത്? ആൻസർ ആയിട്ട് എന്താണ് കിട്ടുന്നത്? ഹാഫ് ഓഫ് ദി ഒറിജിനൽ നമ്പർ. എക്സ് ആയിരുന്നു നമ്മുടെ ഒറിജിനൽ നമ്പർ, അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 ഓഫ് എക്സ് അല്ലെ. 1/2 എക്സ് നമുക്ക് പറയാം. 1/2 ഇൻറ്റു എക്സ്. ഓക്കെ, അതാണ് ഹാഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് -8, അതിൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ നമ്പർ? അപ്പൊ നേരത്തേക്ക് നമ്മൾ എന്തായിരുന്നു ചെയ്തത്? നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ എക്സ് ഉള്ളതായിരുന്നു, ഈക്വൽ ടു ഒരു നമ്പർ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? രണ്ട് ഭാഗത്തും നമുക്ക് എക്സ് ഉള്ള ഒരു ഇക്വേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സ് ഉള്ള ആൾക്കാർ ഒരു ഭാഗത്തേക്ക് ആക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇക്വാലിറ്റിയുടെ ഒരു സൈഡിൽ എക്സ് ഉള്ള ടേംസിനെയും മറ്റേ ഒരു ഭാഗത്ത് എക്സ് ഇല്ലാതെ നമ്പറുകളെ ആക്കാനും ശ്രമിക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടെത്താൻ വേണ്ടി ട്രൈ ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഈ ഒരു 1/3 എക്സിന് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്.
ഓക്കെ, സോ ഞാൻ ഇതിനൊന്നും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഇതിനെ ഒന്നുകൂടെ വൃത്തിയിൽ എഴുതാണ്. ഇവിടെ ഞാൻ എഴുതാണ് ഹാഫ് എക്സ് അല്ലെ, ഹാഫ് എക്സ് -8 ഇസ് ഈക്വൽ ടു 1/3 എക്സ് -5. സോ ഞാനിത് പെട്ടെന്ന് കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഒന്ന് വൃത്തിക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് ജസ്റ്റ് ഞാൻ തിരിച്ചെഴുതിയെന്നുള്ളൂ കേട്ടോ, ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. 1/3 എക്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എക്സ് ഉള്ള ആൾക്കാരെ ഒരു ഭാഗത്തും നമ്പേഴ്സിനെ ഒരു ഭാഗത്തും ആക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാണ്, അങ്ങനെയുള്ള ടേംസിന് മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. സോ ഇവിടെ എക്സ് ഉള്ള ഒരു 1/3 എക്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്, ഈ ഒരു -8നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. പ്രശ്നമില്ലല്ലോ. ഓക്കെ, സോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹാഫ് എക്സ്. ഇനി 1/3 എക്സ് ഇക്വാളിറ്റിയുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? 1/3 എക്സ് പോസിറ്റീവ് ആയിരുന്നു അല്ലെ, അപ്പൊ അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ സബ്ട്രാക്ട്, അതായത് മൈനസ് ആയി മാറും, നെഗറ്റീവ് ആയി മാറും. സോ -1/3 എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? അതുപോലെ -8 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ, ഇവിടെ -5 ഉണ്ട്, -8 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? +8 ആവും അല്ലെ, പോസിറ്റീവ് +8 എന്നാവും, അഡിഷൻ ആയി മാറും, മൈനസ് പ്ലസ് ആയി മാറും. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? ഹാഫ് എക്സ് -1/3 എക്സ് is equal to -5 + 8 എന്താണ് മക്കളെ? അതായത് 8 - 5 തന്നെയാണ് അല്ലെ, 8 - 5 3 ആണ്. ഇനി ഇൻഡിജേഴ്സിൽ ഡൗട്ട് ഉള്ള ആൾക്കാർ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 3 എന്ന് വന്നു. ഇനി നമുക്ക് എന്താണ് സോൾവ് ചെയ്യേണ്ടത്? 1/2 എക്സ് -1/3 എക്സ് is equal to 3 എന്നുള്ളതാണ് നമുക്കിനി സോൾവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി നമുക്ക് എക്സിനെ മാറ്റി എഴുതാം. ഓക്കെ, 1/2 - 1/3 എന്താ? 1/2 - 1/3 എക്സിനെ ഞാൻ എടുക്കുന്നില്ല. 1/2 - 1/3 എന്താ? ഇതെങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്? എങ്ങനെയാ ചെയ്യാ? യെസ്, ഈ ഒരു 3നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, 1 × 3 മൈനസ് 1 × 2 ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 × 3. ഇങ്ങനെ ആയിരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് LCM മെത്തേഡ് വഴിയും ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസിനെ സബ്ട്രാക്ട് ചെയ്യാനാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വന്നു? 1 × 3 3 ആണ്, -1 × 2 2 ആണ്, ഡിവൈഡഡ് ബൈ 2 × 3 6 എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? 3 - 2 1 ആണ്, 1/6 എന്ന ആൻസർ വന്നു. സോ 1/2 - 1/3 എന്താണ്? 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ 1/2 എക്സ് -1/3 എക്സ് എന്താവണം? 1/6 എക്സ് ആവണം, 1/6 എക്സ് ആവണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എത്രയാണ്? ഇത് 3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം സോൾവ് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് 1/6 എന്ന് വന്നു, ആ എക്സിന് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ 1/6 എക്സ് is equal to 3 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിന് എക്സ് കാണാൻ ഈസി അല്ലേ? എങ്ങനെയാ കാണാ? എക്സ് is equal to 3 ഡിവൈഡഡ് ബൈ 1/6 ആണ് അല്ലെ, നേരത്തെ നമ്മൾ കണ്ടതുപോലെ അല്ലെ. ഇവിടെയുള്ള ഫ്രാക്ഷൻ നമ്മൾ എന്താക്കണം? ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്യണം, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകും. ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്താണ്? 3 × 6 ആണ് അല്ലെ, കാരണം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 6/1 എന്ന് വരും, അതായത് 6 തന്നെ. അപ്പൊ 3 × 6 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 18. എക്സ് ഇസ് ഈക്വൽ ടു 18 ആണെന്ന് നമുക്ക് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 18 ആണ്. ഓക്കെ അല്ലേ? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലിട്ടിട്ട് നിങ്ങൾ ആ ഒരു നമ്പർ പറഞ്ഞ പോലെ ഇത് 18 വെച്ചിട്ട് നോക്കി നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാം, കറക്റ്റ് തന്നെ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിയങ്ക സേസ് ഇഫ് ആദിത്യ ഗിവ്സ് മീ 20 rupees, he will have half as much as Sonia. But if Sonia gives me 20, then the three of us will have the same amount. The total amount of money that Priyanka, Aditya and Sonia have among themselves is. Okay, എന്താണ് ക്വസ്റ്റ്യൻ? പ്രിയങ്ക ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്? ഇഫ് ആദിത്യ ഗിവ്സ് മീ 20, ആദിത്യ എനിക്ക് 20 rupees തരികയാണെങ്കിൽ he will have half as much as Sonia. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എഴുതാം. പ്രിയങ്കയുടെ കയ്യിൽ P amount ഓഫ് മണി ഉണ്ട്. നമുക്ക് അത് എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, പ്രിയങ്കയുടെ കയ്യിൽ P ഉണ്ട്, ആദിത്യയുടെ കയ്യിൽ A ഉണ്ട്, ആൻഡ് സോണിയയുടെ കയ്യിൽ S ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അവരുടെ കയ്യിലുള്ള മണിയാണിത്, P, A, S. ഓരോരുത്തരുടെ പേരിന്റെ ആ ഒരു ഇനീഷ്യൽ വെച്ച് ഞാൻ അത് കാണിച്ചു. ഓക്കെ, അപ്പം ഇഫ് ആദിത്യ ഗിവ്സ് മീ 20, ഇപ്പൊ പ്രിയങ്കയാണ് പറയുന്നത്, ആദിത്യ എനിക്ക് 20 തരുകയാണെങ്കിൽ he will have half as much as Sonia. ഓക്കെ, അപ്പം ആദിത്യ പ്രിയങ്കക്ക് 20 കൊടുക്കുകയാണെങ്കിൽ ആദിത്യയുടെ കയ്യിൽ നിന്ന് 20 കുറഞ്ഞു അല്ലെ. ആദിത്യയുടെ കയ്യിൽ A ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറഞ്ഞു, അപ്പം A - 20 എന്നായി. അത് എന്തിനോട് ഈക്വൽ ആണെന്നാ പറയുന്നത്? ഹാഫ് ആസ് മച്ച് ആസ് സോണിയ. സോണിയയുടെ കയ്യിൽ എത്രയുണ്ടോ അതിന്റെ ഹാഫ് ആണ്. അപ്പൊ ഇതെന്താണ്? A - 20 എന്തിനോട് ഈക്വൽ ആണ്? സോണിയയുടെ കയ്യിൽ S ഉണ്ടായിരുന്നു, അതിന്റെ ഹാഫിനോട് ഈക്വൽ ആണ്, ദാറ്റ് ഈസ് S/2. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. A - 20 എന്ന് പറയും, ആദിത്യയുടെ കയ്യിലുള്ള മണി -20 is equal to സോണിയയുടെ കയ്യിലുള്ള മണി ഡിവൈഡഡ് ബൈ 2, അതിന്റെ ഹാഫ്. ഓക്കെ, അടുത്തത് എന്താണ്? ബട്ട് ഇഫ് സോണിയ, അപ്പൊ ഇതാണ് ഒരു കേസ്, ഇതാണ് ഒരു കേസ്. ഓക്കെ, അടുത്തത് ഇഫ് സോണിയ ഗിവ്സ് മീ 20, സോണിയ എനിക്ക് 20 തരാണെങ്കിൽ then the three of us will have same amount.
then if Sonia gives me 20 rupees, then the three of us will have the same amount. Okay, അപ്പൊ ആദ്യം പ്രിയങ്കയുടെ കയ്യിൽ പി ഉണ്ടായിരുന്നു, സോണി എത്ര കൊടുത്തു? 20 കൊടുത്തു. അപ്പൊ P+20 എന്നായി. ഇത് എന്തിനോട് ഈക്വൽ ആണ്? ഇപ്പൊ എന്തിനോട് ഈക്വൽ? ഇപ്പൊ എല്ലാവരുടെ കയ്യിലും സെയിം എമൗണ്ട് ആണെന്നാ പറയുന്നത്. അപ്പം P+20 is equal to A is equal to S-20. അതെങ്ങനെയാണ് S-20 എന്ന് ഞാൻ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? എന്താണ് തന്നിട്ടുള്ളത്? if Sonia gives me 20, സോണിയ എനിക്ക് 20 തരുകയാണെങ്കിൽ, അല്ലെ, പ്രിയങ്കക്ക് സോണിയ 20 കൊടുത്തു, അപ്പൊ P+20 എന്നായി പ്രിയങ്കയുടേത്. പക്ഷേ സോണിയയുടെ കയ്യിൽ നിന്ന് 20 പോയില്ലേ, അപ്പൊ ഇവിടെ S-20 എന്നായി. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് സോണിയ ഗിവ്സ് മീ 20, then the three of us will have the same amount. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും സെയിം എമൗണ്ട് ആണ് ഉണ്ടാവുക. അപ്പം സോണിയ 20 കൊടുത്തു പ്രിയങ്കക്ക്, അതിന്റെ P+20. പിന്നെ ആദ്യത്തേതിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ആൻഡ് സോണിയയുടെ കയ്യിൽ നിന്ന് 20 പോയിട്ടുണ്ട്, അതുകൊണ്ട് S-20 എന്നും കൂടെ എഴുതി. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി അല്ലെ. A-20 is equal to S/2 എന്നുള്ളതും P+20 is equal to A is equal to S-20. ഇത് രണ്ട് ഇക്വേഷനുകൾ നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് കാണേണ്ടത്? ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ദാറ്റ് പ്രിയങ്ക, ആദിത്യ ആൻഡ് സോണിയ ഹാവ് അമംഗ് ദംസെൽവ്സ്. ഇവരുടെ മൂന്ന് പേരുടെ കയ്യിലും കൂടെ ടോട്ടൽ ആയിട്ട് എത്രയുണ്ടെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് അത് കണ്ടെത്താൻ വേണ്ടി പറ്റുക? സോ ഈ ഒരു രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? രണ്ടാമത്തെ ഇക്വേഷൻ നമുക്കറിയാം, A is equal to, രണ്ടാമത്തെ ഇക്വേഷനിൽ ഞാൻ എഴുതാണ്, A is equal to P+20 ആണ് അല്ലെ. A is equal to P+20, അതല്ലേ നമ്മളിപ്പോ രണ്ടാമത്തെ ഇക്വേഷനിൽ കണ്ടത്. P+20 equal to A equal to S-20. അപ്പൊ A is equal to P+20 ആണ്. അടുത്തത് ഇതിൽ നിന്ന് നമുക്ക് എന്തറിയാം? P+20 is equal to S-20 അല്ലേ. ഈ രണ്ടാമത്തെ ഇക്വേഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. P+20 is equal to S-20 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എസ് എന്താണ്? ഈ ഒരു -20 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പം P+20 പ്ലസ് എഗെയിൻ ഒരു 20 കൂടെ വരും. സോ P+40 എന്നാവും. ഓക്കെ ആണല്ലോ? അപ്പൊ എസ് എന്താണ് കിട്ടി? P+40 എന്നായി. അത് ഞാൻ ഇവിടെ നിന്നാണ് കണ്ടുപിടിച്ചേട്ടോ. P+20യും S-20യും ഈക്വൽ ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? S is equal to P+40 ആണ്. ആൻഡ് A is equal to P+20 ആണെന്ന് ഇവിടെ നിന്ന് നമുക്ക് കിട്ടി. ഇനി ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഇക്വേഷൻ? A-20 is equal to S/2. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ഇക്വേഷൻ അല്ലെ. ആദ്യത്തെ ഇക്വേഷൻ, അതായത് ആദിത്യ ഗിവ്സ് മീ 20 ആണെങ്കിൽ he will have half as much as Sonia. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ അല്ലെ? അപ്പൊ A എന്താണ്? P+20 ആണ്. അപ്പൊ ഞാൻ A P+20 അത് കൊടുക്കാൻ പോവാണ്. എക്ക് പകരം P+20 കൊടുത്തു. ഓക്കെ, -20 ചെയ്യാം. -20 ഇവിടെ ആദ്യം ഉള്ളതാണ്. ഓക്കെ, A is equal to P+20 എന്നുള്ളത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സബ്ട്രാക്റ്റഡ് ബൈ 20 അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു S എന്താണ്? പിയുടെ ടേംസിൽ S എന്തായിരുന്നു? P+40 ആയിരുന്നു. P+40 ആണ്. ആ എസിന് പകരം P+40 എന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് ഡിവൈഡഡ് ബൈ 2, ഈ ഒരു ബൈ 2 ഇവിടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്തായി? നമ്മുടെ ഇക്വേഷന് പിയുടെ ഫോമിലായില്ലേ. ഇനി നമുക്ക് കണ്ടെത്താൻ ഈസി അല്ലേ. ഓക്കെ, നേരത്തെ എന്തായാലും നമുക്ക് അറിയാത്ത രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എയും എസും. അപ്പൊ ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? അത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് എനെയും എസിനെയും പിയുടെ ടേംസിൽ കണ്ടുപിടിച്ചു. എനെയും എസിനെയും പിയുടെ ടേംസിൽ, ഒരേ ആളുടെ ടേംസിൽ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മുടെ രണ്ട് ഭാഗവും ഇപ്പൊ എന്തായി മാറി? പിയുടെ ടേംസിലായി മാറി. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാം, ഇവിടെ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്ത് എന്താ ഉണ്ടാവുക? P+20 -20 അല്ലെ ഇസ് ഈക്വൽ ടു P+40 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇതെന്താണ്? P+20 -20 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ P is equal to P+40 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഇനി എന്താ ചെയ്യണം? നമുക്ക് P ആണ് കണ്ടെത്തേണ്ടത് അല്ലെ. P ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഈ 2-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. സോ ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 2 ആവും. സോ 2P is equal to P+40 എന്ന് വന്നു. ഇനി P-നെ ഒരു ഭാഗത്ത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്റേഴ്സ് അതൊക്കെ ഇവരൊക്കെ ഒഴിവാക്കി. ഇപ്പൊ നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു ഫോമായി മാറി. ഇനി ഇതിൽ നിന്ന് P-നെ ഒരു ഭാഗത്തേക്ക് ആക്കുക. സോ ഈ ഒരു P-നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. സോ 2P, അവിടെ P ഉള്ളത് നമ്മൾ ഇക്വാലിറ്റിയുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -P ആയി മാറും. സോ -P എന്ന് വന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 40 എന്ന് വന്നു അല്ലെ. 40 അവിടെ ആദ്യം ഉള്ളതായിരുന്നു. 2P - P എന്താണ്? P ആണ്, ഒറ്റ P ആണ് അല്ലെ. 1P. P is equal to 40 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ P എന്താണെന്ന് നമുക്ക് കിട്ടി?
P is equal to 40 ആണ്. P is equal to 40 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി ആൾക്കാരെ കണ്ടൂടെ? A എന്താണ്? P plus 20 ആണ്. A is equal to P plus 20 ആണ്. അതായത് P 40 ആയതുകൊണ്ട് 40 plus 20 which is equal to 60 എന്ന് കിട്ടി. അതുപോലെ S എന്താണ്? P plus 40 ആണ്. S is equal to P plus 40 ആണ്. P നമ്മൾ കണ്ടുപിടിച്ചു 40 ആണെന്ന്. സോ 40 plus 40 is equal to 80 എന്ന് വന്നു. സോ എന്തൊക്കെയാണ്? P is equal to 40 ആണ്. A is equal to 60 ആണ്. ആൻഡ് S is equal to 80 ആണ്. അപ്പൊ നമ്മളോട് എന്താ കണ്ടെത്താൻ പറഞ്ഞത്? എല്ലാവരുടെ അടുത്തും കൂടെ ടോട്ടലി എത്രയുണ്ട്? ദാറ്റ് ഈസ് 40 plus 60 plus 80. എത്ര വന്നു? 180 rupees ആണ് അവരുടെ കയ്യിൽ ടോട്ടലി ഉള്ളത്. സോ നമുക്ക് 180 rupees ആണ് ആൻസർ എന്ന് വന്നു. സോ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കറക്റ്റ് ആണോന്നും എങ്ങനെ വേണമെങ്കിൽ നോക്കാം. ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിയും എയും എസും ഇപ്പം നമുക്ക് കണ്ടെത്തി. അപ്പം ആദിത്യ പിക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു നമുക്ക് കിട്ടിയ 40, 60, 80 ഒക്കെ കറക്റ്റ് ആണോ എന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. Okay, next question. Priyanka bought 25 apples. She kept 13 apples with her and distributed the remaining apples equally among her 3 friends. How many apples did each of her friends get? അപ്പം പ്രിയങ്ക bought 25 apples. 25 apples കയ്യിലുണ്ട്. 25 apples കയ്യിലുണ്ട്. She kept 13 with her and distributed the remaining apples equally among her 3 friends. അപ്പം 25 ആപ്പിൾസ് ഉണ്ടായിരുന്നു. അതിൽ 13 അവളുടെ കയ്യിൽ തന്നെ വെച്ചു. ബാക്കിയുള്ളത് 3 ഫ്രണ്ട്സിന് ഈക്വലി കൊടുത്തു. അപ്പം 25 - 13 ചെയ്യാം. എത്ര വന്നു? 25 - 13 12 എന്ന് വന്നു അല്ലെ? 12 ആപ്പിൾസ്. അപ്പം 25 ആപ്പിൾസ് ഉണ്ടായിരുന്നു. 13 ആപ്പിൾസ് കയ്യിൽ തന്നെ വെച്ചു. 12 ആപ്പിൾസ് ആണ് ഇനി 3 ഫ്രണ്ട്സിന് ഈക്വൽ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? ഈസിയാണ്. ഈ ഒരു 12 ആണ് ബാക്കിയുള്ളത്. 3 ആൾക്കാർക്കാണ് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. 4 ആപ്പിൾസ് ആണ് വരാം. ഓക്കെ, ഇതിനെങ്ങനെ നമുക്കൊന്ന് ഒരു ഇക്വേഷൻ ആയിട്ട് ചിന്തിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഇതിന് ഇക്വേഷൻ ആക്കി ചിന്തിക്കാൻ പറ്റുക? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 25 ആപ്പിൾസ് ടോട്ടൽ ഉണ്ട്. 25 ആപ്പിൾസ് ടോട്ടൽ ഉണ്ട്. അതിൽ 13 അവളുടെ കയ്യിൽ തന്നെ വെക്കുകയാണ്. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ആപ്പിൾസ് 3 ഫ്രണ്ട്സിന് ഈക്വലി കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് ഈക്വലി കൊടുത്തിട്ടുണ്ട്. അപ്പം ആപ്പിളുടെ എണ്ണം നമുക്ക് ഒരാൾക്ക് കൊടുത്തത് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പം 3x ഉണ്ട്. ഓക്കെ, 3x ഉണ്ട് പ്ലസ് അവളുടെ കയ്യിലുള്ള 13ഉം തന്നെയാണോ വരുന്നത്? എങ്ങനെയാണ് ഞാൻ ചെയ്തത്? 25 ആപ്പിൾസ് ഉണ്ടായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 13 അവളുടെ കയ്യിൽ തന്നെ വെക്കുന്നുണ്ട്. ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് 3 ഫ്രണ്ട്സിന് ഈക്വലി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രണ്ടിന് എത്രയാണ് കിട്ടിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എക്സ് ആണ് നമ്മൾ അതൊന്ന് എടുക്കുകയാണ് കേട്ടോ. നമ്പർ ആ ഒരു ആപ്പിളിന്റെ ഓരോ ഫ്രണ്ടിനും കിട്ടുന്നത് എക്സ് ആണെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 3x ഉണ്ടായിരുന്നു അല്ലെ? 3 പേർക്കും അപ്പം എത്രയായി? 3x ആയി. പ്ലസ് എക്സ്ട്രാ എത്രയും കൂടെ ഉണ്ട്? 13 ഉണ്ട്. ഇത് അവൾ കൊടുത്തിട്ടില്ല, അത് അവളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 വരണം അല്ലെ? ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. 25 3x അവിടെ വെക്കുക. 25 പ്ലസ് 13 ഇങ്ങോട്ട് വരുമ്പോൾ -13 ആവും. ഇസ് ഈക്വൽ ടു 3x എന്ന് വന്നു. 25 - 13 12 ആണ്. 12 ഇസ് ഈക്വൽ ടു 3x എന്ന് വന്നു. അതായത് x എന്താണ്? 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇസ് ഈക്വൽ ടു 4. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഒരു ഇക്വേഷൻ ആയിട്ടും ഇതിനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്. സോ ഇതൊക്കെയായിരുന്നു നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ജസ്റ്റ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് സെക്ഷനിൽ അതെന്തായാലും അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്താണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യേണ്ടത്? NSMCയുടെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. 10th October ആണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, 10th October മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. മറന്നു പോയത് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നാളേക്ക് വേണ്ടി മാറ്റി വെക്കരുത്, മറന്നു പോകും. അപ്പൊ എന്താണ് NSMC? നിങ്ങളുടെ പോലെ തന്നെ മിടുക്കരായിട്ടുള്ള ഏതൊക്കെ സബ്ജക്ട്സിൽ, സയൻസിലും മാത്സിലൊക്കെ ഭയങ്കര മിടുക്കരായിട്ടുള്ള കുട്ടികളോട് നിങ്ങൾക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ അവസരമാണ്. ഇന്ത്യയിൽ ഉടനീളം നമ്മളിത് നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പോലെ അതേ കാലിബറുള്ള കുട്ടികളോടാണ് കമ്പീറ്റ് ചെയ്ത് നമ്മൾ അടിപൊളി സമ്മാനങ്ങളും അതുപോലെ തന്നെ സ്കോളർഷിപ്സും ക്യാഷ് പ്രൈസുകളൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റിയ ഒരു അവസരമാണ് NSMC എന്നുള്ളത്. സോ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടും നിങ്ങൾ ഇത് എഴുതിക്കുക, അവർക്കൊക്കെ ഷെയർ ചെയ്തും കൊടുക്കാം. ഓക്കെ, സോ ഇതുപോലുള്ള ബാക്കി ഓരോ ടോപ്പിക്സിലും വീഡിയോസ് വരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലെറ്റ്സ് സീ. ഓക്കെ, ബൈ ബൈ.